പയ്യന്നൂരിൽ നിന്നുള്ള വിവരങ്ങളുമായി നിശാന്ത് ചേരുന്നുണ്ട്. നിശാന്ത്, ഇത്തവണ ശ്രദ്ധേയമായൊരു മത്സരം നടക്കുന്ന മണ്ഡലം കൂടിയാണ് പയ്യന്നൂർ. ഏത് രീതിയിലാണ് അവിടെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്? അർജു, പയ്യന്നൂരിൽ രാവിലെ 7 മണി മുതൽ തന്നെ വോട്ടർമാരുടെ വലിയ നിര ബൂത്തുകളിൽ കാണാമായിരുന്നു. ഒരുപക്ഷെ പല പൊതുപ്രവർത്തകരും അഭിപ്രായപ്പെട്ടതുപോലെ പതിവിന് വിപരീതമായി 7 മണി മുതൽ തന്നെ വലിയ നിര മിക്ക ബൂത്തുകളിലും പ്രകടമായിരുന്നു. ആദ്യം വോട്ട് ചെയ്തത് UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണനാണ്. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 77-ാം നമ്പർ ബൂത്തിൽ അദ്ദേഹം ഒറ്റക്കെത്തിയാണ് വോട്ട് ചെയ്തത്. കുടുംബം ഒന്നും അദ്ദേഹത്തിന് കൂടെയില്ലായിരുന്നു. വലിയ ആത്മവിശ്വാസമാണ് ഉള്ളതെന്നും ഒരു 3 ആഴ്ച കാത്തു നിൽക്കേണ്ടതാണ് ബുദ്ധിമുട്ടെന്നും ആണ് വി കുഞ്ഞികൃഷ്ണൻ കണ്ണൂരിനോട് പറഞ്ഞത്. LDF സ്ഥാനാർത്ഥിയായ നിലവിലെ MLAയും LDF സ്ഥാനാർത്ഥിയുമായ TA മധുസൂദനൻ പയ്യന്നൂർ മാവിച്ചേരിയിലെ ഗവൺമെന്റ് LP സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്താനെത്തി. അദ്ദേഹവും ഭാര്യയും മകളും കൊച്ചുമകനും ഒപ്പമെത്തിയാണ് വോട്ട് ചെയ്തത്. വലിയ ആവേശം, LDFന് അനുകൂലമായ ആവേശമാണ് ബൂത്തുകളിൽ ദൃശ്യമാകുന്നതെന്ന് TA മധുസൂദനൻ പറഞ്ഞു. പയ്യന്നൂരെ ഒട്ടുമിക്ക രാമന്തളിയിലെ ഒരു ബൂത്തിൽ 9 മണി മുതൽ 1 മണിക്കൂറോളം വോട്ടിംഗ് നിർത്തിവെക്കേണ്ടെന്ന് യന്ത്ര തകരാറ് മൂലം. പിന്നീട് അത് പുനരാരംഭിച്ചു. വലിയ സാങ്കേതിക പ്രശ്നങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ കനത്ത പോളിംഗ് ആണ് പയ്യന്നൂരിലെ വിവിധ ബൂത്തുകളിൽ ദൃശ്യമാകുന്നത്. നിശാന്ത്, ഈ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം TA മധുസൂദനൻ പ്രതീക്ഷ പങ്കുവച്ചത് ഇത്തവണയും വലിയ വിജയം പയ്യന്നൂരിൽ ഉണ്ടാകുമെന്നാണ്. ഈ കുഞ്ഞികൃഷ്ണൻ ഫാക്ടറൊന്നും അവിടെ ഒരു തരത്തിലും LDFന്റെ വിജയത്തെ ബാധിക്കില്ലെന്നാണ് TA മധുസൂദനൻ പ്രതികരിച്ചത്. അതെ, വലിയ ആവേശമാണ് ബൂത്തുകളിൽ ദൃശ്യമാകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിജയപ്രതീക്ഷയ്ക്ക് കുറവില്ല, പയ്യന്നൂരിന്റെ പാരമ്പര്യം നിലനിർത്തും. LDFന് അനുകൂലമായ ആവേശം ബൂത്തുകളിൽ ദൃശ്യമാണ് എന്നാണ് TA മധുസൂദനൻ പ്രതികരിച്ചത്.